ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം പോലും അറിയാതെ നമ്മൾ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വീണു പോകുവാനും ചിലപ്പോൾ വലിയ നാശത്തിലേക്ക് എത്താനും സാധ്യതയുള്ള ഒരു മേഖലയെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അത് മറ്റൊന്നുമല്ല, അത് നിഗളം എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ്. സത്യത്തിൽ എന്താണ് നിഗളം? ഈ നിഗളമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഉരുവാകുന്ന ചില ചിന്തകൾ. ആ ചിന്തകൾ പിന്നീട് നമ്മുടെ പ്രവർത്തികളിലൂടെ വെളിപ്പെട്ട് വന്ന് നമ്മുടെ ജീവിതത്തെയും പ്രവർത്തികളെയും ഒക്കെ സമ്പൂർണമായും അത് കീഴടക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കണക്കാക്കാം. ഇത് ചെറിയൊരു കാര്യമല്ല. പക്ഷെ പല സമയങ്ങളിലും നമ്മൾ ഈ ഒരു കാര്യത്തെ സാധാരണമായിട്ട് കരുതും. ഇതൊക്കെ ആർക്കാണ് ഇല്ലാത്തത്, എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഒരു ആത്മീകൻ, പ്രത്യേകിച്ച് ദൈവകൃപയിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ദൈവവചനം പഠിക്കുമ്പോൾ ഈ കാര്യം വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുവാനും ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ആ പ്രത്യേകമായ പദ്ധതികളിലേക്ക് നമ്മൾ എത്തിച്ചേരാതിരിക്കാനും ഒരു പക്ഷേ ഈ നിഗളം കാരണമായി തീരും. ഇതെല്ലാ തരത്തിലുള്ള ആൾക്കാർക്കുമുണ്ട്. ലോകമനുഷ്യനുണ്ട്. ആത്മീയരിലേക്ക് വരുമ്പോൾ നമ്മളതിനെ ആത്മീക നിഗളം എന്ന് പറയും. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് എന്താണ് നിഗളം എന്നും ദൈവത്തിൻ്റെ വചനം അതിനെക്കുറിച്ച് എന്ത് പറയുന്നുവെന്നും അത് ജീവിതത്തിനകത്ത് വരുത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും എങ്ങനെ അത് ഒഴിവാക്കാമെന്നും ഈ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പാപത്തെ ദൈവം വെറുക്കുന്നു, പാപിയെ ദൈവം സ്നേഹിക്കുന്നു. പക്ഷേ നിഗളികളെ ദൈവം വെറുക്കുന്നു, നിഗളത്തെയും ദൈവം വെറുക്കുന്നു. അതാണ് വ്യത്യാസം. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പാപിയെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ നിഗളത്തെയും നിഗളികളെയും ദൈവം വെറുക്കുന്നു. എന്തുകൊണ്ടാണ് ഈ നിഗളം ഇത്ര വലിയൊരു കുറ്റമായി ദൈവസന്നിധിയിൽ എടുത്തു പറയപ്പെടുന്നത്? യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു വാക്യം, സുപരിചിതമായ ഒരു വാക്യമാണ്. ആ വാക്യം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയുമോ? ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവിടുന്ന് അധികം കൃപ കൊടുക്കുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് മനസ്സിലായല്ലോ, നിഗളവും താഴ്മയും എന്താണെന്നുള്ളത്. അപ്പം നമ്മൾ ഉപവസിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ദൈവസന്നിധി താഴ്ത്തുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ദൈവസന്നിധി താഴ്ത്തുകയാണ്. പക്ഷേ ഈ നിഗളം എന്ന് പറയുന്നത് അതിന് നേരെ എതിരായ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ സ്വയപ്രശംസയിലേക്കും എന്താ പറയുന്നത്, ഈ ആത്മാഭിമാനത്തിന്റെ ആ ഒരു ഭയങ്കര ഉന്നതികളിലേക്കും ഒക്കെ ഈ ഒരു നിഗളം നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. ഞാൻ തിരുവചനത്തിലൂടെ ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം ഞാൻ ആ പറഞ്ഞ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അധികം കൃപ കൊടുക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാക്യത്തെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നിഗളം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നൽകപ്പെട്ട കൃപ പോലും പിൻവലിക്കപ്പെടും എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടല്ലേ താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നെന്ന് പറഞ്ഞത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു അപകടാവസ്ഥ മനസ്സിലായോ? ഉള്ള കൃപ നഷ്ടപ്പെട്ടു പോകും. ഇത് ഒരു വലിയ ഡെലിവറൻസ് മെസ്സേജുകളോ ഒന്നുമല്ല, ശാന്തമായ ഒരു ടോക്കാണിത്. ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രയോജനകരമായി തീരും. കാരണം നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇത് കീറി വരാൻ സാധ്യതയുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. പിന്നീട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറി ഇതകത്തേക്ക് കയറും. ഇതകത്ത് കയറി കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ താഴേക്ക് പോകും. ഒന്നുകിൽ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് നമ്മൾ ഈ മേഖലയിൽ കയറി വരണം. ഇല്ലെങ്കിൽ ദൈവം നീ ഒന്നും അല്ലെന്ന് പഠിപ്പിക്കുന്ന സമയങ്ങൾ എടുക്കും. അപ്പം ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സമയം ചിലപ്പോൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഗൗരവമായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്. വേദപുസ്തകത്തിന്റെ മുഴുവനായിട്ടുള്ള ചരിത്രം നമ്മൾ പഠിച്ചാൽ ഒരുപാട് രാഷ്ട്രങ്ങൾ, ഭരണാധികാരികൾ, ദൈവദാസന്മാർ, എന്തിനേറെ പറയുന്നു, പിശാചിന്റെ വീഴ്ചയുടെ പുറകിൽ പോലും ഈ ഒരു നിഗളമായിരുന്നു കാരണം. അത് വ്യക്തമായി വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒരുപാട് കാരണങ്ങൾ നിഗളത്തിന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാനതെല്ലാം പെട്ടെന്ന് നിങ്ങളോടൊന്ന് പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഈ സന്ദേശത്തിന്റെ
ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തിലേക്ക് എത്തും. നിഗളം മൂലം വീണുപോയ കുറച്ച് സന്ദർഭങ്ങൾ, കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, ഉസിയാവ് എന്ന് പറയുന്ന ഒരു രാജാവ് യഹൂദയിൽ ഭരിച്ചിരുന്നു. ഉസിയാവ്, അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചെന്നാണ്. ഈ സത്യം പറഞ്ഞാൽ ഈ ഉസിയാവാണെന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഈ പീരങ്കി കണ്ടുപിടിച്ചത്. അപ്പം നിങ്ങൾ ആ ഭാഗം വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിക്കൊള്ളുക. 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പം അദ്ദേഹം ബലവാനായി, സൈനിക ശക്തി കൊണ്ടും പണം കൊണ്ടുമൊക്കെ അദ്ദേഹം ബലവാനായപ്പോൾ അഹങ്കാരം ഉള്ളിൽ കയറി നാശത്തിനായി നിഗളിച്ചു എന്നാണ്. കണ്ടോ? അപ്പൊ ഈ നിഗളിപ്പ് നാശത്തിലേക്ക് എത്തിച്ചു. 1. 2, ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പഴയ നിയമ ഇസ്രായേലിനോട് യഹോവയാം ദൈവം പറഞ്ഞു, നീ നല്ല വീടുകൾ പണിയുമ്പോൾ, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, പൊന്നും വെള്ളിയും ഒക്കെ നിനക്ക് കൂടുമ്പോൾ നിന്റെ ഹൃദയം നിഗളിക്കാതിരിക്കാൻ സൂക്ഷിച്ചോണം. കാരണം ദൈവം മുന്നേമേൽ വാണിംഗ് കൊടുക്കുകയാണ്, നിഗളിച്ചാൽ നീ വീഴാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കുക ആ ഒരു നിഗളത്തിന്റെ അപകടകരമായ ഒരു അവസ്ഥ. അപ്പൊ നമുക്ക് സമ്പത്ത് കൂടുമ്പോഴും, നമുക്ക് സൗന്ദര്യം കൂടുമ്പോഴും, പണം കൂടുമ്പോഴും ഒക്കെ, ചില കഴിവ് കൂടുമ്പോഴും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ നിഗളം എന്ന് പറയുന്നത്. പക്ഷേ ദൈവം അടിച്ച് താഴേക്ക് കളയും എന്നുള്ളതാണ്, നമ്മളത് മനസ്സിലാക്കുക. അടുത്തത്, സൗന്ദര്യം നിഗളത്തിന് കാരണമായി തീരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമ്മൾ എവിടേക്ക് പോകുമ്പോൾ ആ ഭാഗത്ത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? സിയോൻ പുത്രിമാരെ കുറിച്ച് പറയുകയാണ്. അവര് കഴുത്ത് നീട്ടി തത്തി തത്തി നടന്ന് നിഗളിച്ച് നടക്കുന്നതെന്നാണ്. അപ്പം അവരുടെ അവരുടെ കയ്യിലുള്ള ഈ മേക്കപ്പ് സാധനങ്ങളുടെ ഒക്കെ ഒരു ലിസ്റ്റ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും, ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ. അപ്പം അവിടെ യഹോവയാം ദൈവം അവരോട് പറഞ്ഞ എന്തുവെന്നറിയോ? നിങ്ങളുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കുമെന്ന്. നമ്മൾ ഇന്ന് ഈ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഒരുങ്ങണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ചിലരൊക്കെ അവരുടെ ഈ സൗന്ദര്യത്തിന്റെ അകത്ത് അവർക്ക് ഭയങ്കര അഹങ്കാരമാണ്. പക്ഷേ അധികം നാൾ ഇത് മുന്നോട്ട് പോകുമോന്നൊന്നും എനിക്കറിയത്തില്ല. അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു, പണത്തിൽ അഹങ്കരിക്കരുത്, സമ്പത്തിൽ അഹങ്കരിക്കരുത്, സൗന്ദര്യത്തിൽ അഹങ്കരിക്കരുത്. ഇനിയും ഈ നിഗളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ സന്ദേശത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ ഈ നിഗളത്തിന് പര്യായമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്. എന്തുകൊണ്ടാണ് ഈ നിഗളം ഇത്ര വലിയൊരു പ്രശ്നമായി ദൈവം ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം മുഴുവനും നിങ്ങളൊന്ന് വായിച്ച് പഠിക്കണം. അപ്പം അതിൻ്റെ അകത്ത് സോറിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. സോർ, ഈ സമുദ്ര വ്യാപാരം ചെയ്ത് സമ്പന്നനായ സോറ്. പക്ഷെ ഈ സോറിനെ കുറിച്ചുള്ള പ്രവചനം വന്നിട്ട് പിന്നീട് പിശാചിന്റെ വീഴ്ചയിലേക്ക് അത് പോവുകയാണ്. കാരണം പിന്നീടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് സോറിനെ കുറിച്ച് മാത്രമല്ല ഇത് പറയുന്നത്, അത് പിശാചിന്റെ വീഴ്ചയെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ വേദപുസ്തകം അങ്ങനെയാണ്. വേദപുസ്തകത്തിൽ അടുത്തടുത്ത 2 വാക്യങ്ങൾ പോലും ചിലപ്പോൾ എഴുതപ്പെട്ട പശ്ചാത്തലമൊക്കെ വ്യത്യാസം ഉണ്ടാകും. പോട്ടെ. അപ്പം ഈ സോറിനെ കുറിച്ച് പറയുന്നത്, സോറ് നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം കൊണ്ട് നീ നിഗളിച്ചു. അതവിടെ നിൽക്കട്ടെ. അത് മാത്രമല്ല, വേറെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പദപ്രയോഗമുണ്ട്. അവിടെ എന്താണെന്നറിയാമോ? നീ ദൈവഭാവം നടിച്ചു, ദൈവസിംഹാസനത്തിൽ ഇരുന്നു. ഈ ദൈവഭാവം നടിച്ചു എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ദ ഹാർട്ട് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു പദമാണ്. ദൈവത്തിന്റെ ഹൃദയം പോലെ നിന്റെ ഹൃദയമായി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നിഗളത്തിന്റെ അപകടം, ദൈവഭാവം നടിച്ചു. ഈ പിശാചിന്റെ വീഴ്ചയെക്കുറിച്ച് പറയുന്നത് ആ അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നീ ചിറക് വിടർത്തുന്ന കെരൂബായിരുന്നു. നീ നിന്റെ സൗന്ദര്യം കൊണ്ട് നീ നിഗളിച്ചു. അതുകൊണ്ട് ദൈവം നിന്നെ തട്ടിക്കളഞ്ഞു. നെബൂഖദ്നേസർ ബാബിലോണിന്റെ രാജാവായിരുന്നില്ലേ? അദ്ദേഹം നമുക്കറിയാം മാനസിക രോഗിയായിപ്പോയി. കൊട്ടാരത്തിന്റെ മണ്ടയ്ക്കൂടെ ഉലാത്തി ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ദൈവം ഒരു പ്രത്യേക രോഗം കൊടുത്ത് ഒരു 7 കൊല്ലത്തോളം അദ്ദേഹത്തിന്റെ മനോനില തകരാറിലായി അദ്ദേഹം പുല്ല് തിന്നുന്ന ഒരു രോഗാവസ്ഥ. ആ രോഗാവസ്ഥയുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത് പറയാനായിട്ടുള്ള ഒരു സമയം അല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം പോയി. നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ സദൃശ്യവാക്യം 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നാശത്തിന് മുൻപേ ഗർവവും വീഴ്ചയ്ക്ക് മുൻപ് ഉന്നത ഭാവവും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ദൈവം ഈ നിഗളികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ?
അപ്പം ഈ നിഗളം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് വന്നു കഴിയുമ്പോൾ അത് ആത്മീക നിഗളമാണ് ഞാൻ കൂടുതലും ഉദ്ദേശിച്ചത്. ഇതെന്തുകൊണ്ടാണ് വരുന്നത്? നമുക്കിപ്പം കുറച്ച് പ്രസംഗിക്കാനുള്ള കഴിവോ പാട്ട് പാടാനുള്ള കഴിവോ ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മൾക്ക് കുറച്ച് സൗന്ദര്യമോ പഠിക്കാനുള്ള കഴിവോ ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മളറിയാതെ നമ്മുടെ അകത്തൊരു അഹങ്കാരം കയറും. ഈ അഹങ്കാരം വരുമ്പോഴേ ഓർത്തോണം നമ്മുടെ വീഴ്ചയുടെ സമയമായെന്നുള്ളത്. അപ്പം ഇതൊരു പിശാചിന്റെ ഒരു വലിയൊരു തന്ത്രമുണ്ട് ഇതിന്റെ പുറകിൽ. ഒരുപാട് ദൈവഭക്തന്മാർ പോലും വീണു പോയിട്ടുണ്ട്. പിന്നെ വാക്ക് ഞാൻ ചെയ്തു, ഞാൻ പ്രവർത്തിച്ചു എന്നുള്ളത്, അതോടുകൂടി ദൈവത്തിന്റെ കൃപ അവിടെ കൊണ്ട് നിൽക്കും. പകരം നമ്മൾ പറയണം, കർത്താവേ, ജീവിക്കുന്നത് അങ്ങയുടെ കൃപയാണ്, കരുണയാണ്, എത്രയും താഴ്ത്താൻ പറ്റുമോ അത്രയും താഴ്ത്തുക. നമ്മളെക്കുറിച്ചുള്ള പ്രശംസകളുടെ വാക്കുകൾ ഒഴിവാക്കുക. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു. എനിക്കും പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യമാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വിടുതലുകൾ ചെയ്യും, പല ഇടത്ത് ദൈവപ്രവർത്തികളൊക്കെ നടക്കും. പക്ഷെ ഈ നമ്മൾ പോലും ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, പിന്നെ അവിടെ നടന്ന കാര്യങ്ങളും ഇവിടെ നടന്ന കാര്യങ്ങളും അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ നടന്നു, ഈ ചിലത് നമ്മൾ പറയുന്നത് ആൾക്കാരൊന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ പതിഞ്ഞിരിക്കുന്ന ഒരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടു പോവുകയാണ്. അപ്പം ഈ നിഗളത്തിന്റെ അകത്തെ അപകടം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്താണ് ഇതിന്റെ അപകടം എന്ന് പറയുന്നത്? ഒന്നാമത്തെ ഒരു അപകടം എന്ന് പറയുന്നത്, ദൈവത്തെ ആവശ്യം നമുക്കില്ലാതെ ദൈവാശ്രയത്തിൽ നിന്നും മാറി സ്വയം പ്രശംസയിലേക്ക് ഇത് ഉയരുകയാണ്. ഇല്ലേ? നമുക്ക് കഴിവും നമുക്ക് നന്മകളും ദാനങ്ങളും ഒക്കെ തന്ന കർത്താവിനെ നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മഹത്വപ്പെടുത്തേണ്ടതിന് പകരം നമ്മിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കുവാനായിട്ട് ഒക്കെ നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, അത് നിഗളത്തിന്റെ മറ്റൊരു ഒരു വേർഷനാണ്. അത് ദൈവം ഒരുപാട് നാൾ അനുവദിച്ചു കൊടുക്കത്തില്ല. പ്രത്യേകിച്ച് ഈ ആത്മീക ശുശ്രൂഷകളിലും ആത്മീക കാര്യങ്ങളിലും ഒന്നും നമ്മൾ ഒരിക്കലും ഷോ കാണിക്കാനുള്ള ഒരു ഇടമല്ലത്. ദൈവസന്നിധിയാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഭയത്തോടും ഭക്തിയോടും ദൈവസന്നിധിയിൽ ഇരിക്കണം. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആ കാര്യത്തിലേക്ക് വരാം. കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഈ ഉപവാസവും പ്രാർത്ഥനയിലും ഒക്കെ ഇരിക്കുമ്പോൾ എന്താ? താഴ്ത്തുകയാണില്ലേ? തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും എന്നുള്ളതാണ്. ഇപ്പം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ നിഗളിച്ചിട്ട് പിശാചിന് വന്ന അവസ്ഥ വരാതിരിക്കാൻ പുതിയ ശിഷ്യനരുതെന്നാണ്. സത്യമല്ലേ? ദൈവം നമ്മളെ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പം നമുക്ക് കുറച്ച് പ്രാർത്ഥിക്കാൻ കഴിവ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും നമ്മളറിയാതെ തന്നെ ഇത് നമ്മുടെ മിടുക്കായിട്ടും നമ്മുടെ കഴിവായിട്ടും ഒക്കെ നമ്മൾ ചിലപ്പോൾ ഇതിനെ കണക്കാക്കും. അപ്പം അത് സത്യം പറഞ്ഞാൽ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയും ഈ ഒരു കാര്യത്തെ ഇത്രയും ഗൗരവമായിട്ട് പറയാനുള്ള ഒരു കാര്യം, അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് വർദ്ധിച്ചു വരുന്ന നിഗളികൾ. അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്, തിരുവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ മനുഷ്യന്റെ നിഗളം അന്ത്യകാലത്ത് കണ്ടമാനം വർദ്ധിക്കും. ആളുകൾ നിഗളികളായി മാറും. നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി നോക്കിക്കൂ, ഭയങ്കര അഹങ്കാരമാണ് ഇല്ലേ? നമുക്ക് ആരോടും ഒന്നും പറയാൻ പറ്റാത്തൊരു കാലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ ഒന്ന് താഴാം, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ നിഗളം മാറാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മിൽ നിന്നുള്ള നമ്മുടെ കണ്ണ് മാറ്റി ദൈവത്തിങ്കലേക്ക് നോക്കി അവിടുത്തെ കൃപയിൽ ശരണപ്പെടുക. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് ദൈവകൃപയാണ്, നമ്മൾ ജീവിക്കുന്നത് ദൈവകൃപയാണ്. ഈ സോർ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ യഹോവയാം ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ദൈവമല്ല മനുഷ്യനാണെന്നാണ്. അപ്പൊ നമ്മളെല്ലാം സത്യത്തിൽ മനുഷ്യരാണ്. പരിമിതമായ കാലയളവുകളിൽ ജീവിക്കുന്ന ഒരു എന്താ പറയുന്നത്, ഈ അകത്തോട്ടെടുക്കുന്ന ഈ ശ്വാസം പുറത്തോട്ട് വിടാൻ പറ്റിയില്ലെങ്കിൽ അന്നേരം നമ്മുടെ കഥ കഴിഞ്ഞു. അപ്പം ഇത്തരത്തിലുള്ള ചില തിരിച്ചറിവുകൾ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകി തരട്ടെ. ഒരു കാരണവശാലും ഈ നിഗളം എന്ന് പറയുന്ന പാപം നമ്മുടെ ഉള്ളിൽ കയറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എത്രയും ദൈവസന്നിധിയിൽ നമുക്ക് താഴ്ത്താൻ പറ്റുന്നോ, നമ്മുടെ ജീവിതത്തിന്റെ അകത്തൊക്കെ നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സിംഹാസനങ്ങളുണ്ട്, പദവികളുണ്ട്, അതൊക്കെ വിട്ട് കർത്താവേ ഞാൻ ഏതുമല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒന്ന് സമർപ്പിക്കാം. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അധികം കൃപ കൊടുക്കുന്നു. അപ്പോൾ ഒത്തിരി കൃപ വേണോ? താണാ മതി, ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. ആണെങ്കിൽ നിങ്ങൾ മെസ്സേജുകൾ ചെയ്യുക. കാരണം ഞാൻ ഇത് പറയാനായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമൊന്നുമല്ല, പക്ഷെ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ കുറവാണ്. ഞാൻ തുറന്ന് ഒരു സംസാരം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. വീണ്ടും കർത്താവ് അനുവദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സന്ദേശവുമായി കാണാം. ആമേൻ. മാറാനാഥ.